എടവിലങ്ങ് പഞ്ചായത്തിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേടെന്ന് BJP. എല്ലാവിധ ലാബ് ടെസ്റ്റുകൾക്കും MHL സ്മാർട്ട് ലാബ്സ്, ദുബായ് റോഡ്, എറിയാട്, ബഹദൂർ മാൾ, കാര ആൻഡ് മാനൂസ് പ്രോപ്പർട്ടീസ്, അസ്മാബി കോളേജ്. കൊടുങ്ങല്ലൂർ പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് BJP ആരോപണങ്ങൾ ഉന്നയിച്ചത്. വാർത്താസമ്മേളനത്തിൽ BJP എടവിലങ്ങ് മണ്ഡലം പ്രസിഡന്റ് പ്രിൻസ് തലാശ്ശേരി, മണ്ഡലം ജനറൽ സെക്രട്ടറി സുബീഷ് ചെത്തിപ്പാടത്ത്, MA ഹരിദാസ്, സന്തോഷ് പുളിക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മൾ നേരത്തെ പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ തന്നെ വളരെ വലിയ രീതിയിലുള്ള ക്രമക്കേടുകളാണ് ഭാരതീയ ജനതാ പാർട്ടി സൂചിപ്പിക്കാറുള്ളത്. അതിൽ ഉദാഹരണമായിട്ട് നമ്മൾ വെറുതെ ഭാരതീയ ജനതാ പാർട്ടി ഒരു ആരോപണം ഉന്നയിക്കുന്നതല്ല, കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ ഇത് അവതരിപ്പിക്കുന്നത്. വാർഡ് 4 നമ്മുടെ വോട്ടർ നമ്പർ 1241 ഫഹദ്, അതേപോലെ തന്നെ 1242 മുഹസിൻ TM. ഈ രണ്ടുപേരും ഒരു വർഷമായിട്ട് ഗൾഫിൽ ആണ് നിലവിലുള്ളത്. പക്ഷേ ഈ തവണത്തെ കൂട്ടിച്ചേർക്കൽ വന്നപ്പോൾ 1241 നമ്പറും 1242 നമ്പറുമായിട്ട് ഈ രണ്ടുപേരും നമ്മുടെ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഈ ഒരു വർഷത്തെ കാലയളവിനിടയിൽ ഇവരിവിടെ നാട്ടിൽ വന്നതായിട്ട് ഭാരതീയ ജനതാ പാർട്ടി അന്വേഷിച്ചപ്പോൾ അവർ നാട്ടിലില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. ഇപ്പോഴും നിലവിലില്ല. പക്ഷെ കൂട്ടിച്ചേർക്കലിന് നമുക്കറിയാം, സ്വാഭാവികമായും ഹിയറിംഗ് ഉണ്ട്. ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഹിയറിംഗിന് ഹാജരാവേണ്ടതുണ്ട്. പക്ഷെ ഈ രണ്ട് കക്ഷികളും ഹിയറിംഗിന് ഹാജരായതായിട്ട് നമ്മുടെ അറിവിലില്ല. പക്ഷെ ഈ രണ്ടുപേരും വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വാർഡ് 14 1152 കൂട്ടിച്ചേർക്കൽ വന്നിട്ടുള്ളത് താജുദ്ദീനാണ്. നിലവിൽ ഇയാൾ ഡെലീഷനായി പോയ ഒരു വോട്ടാണ്. ആ വോട്ട് നമ്മുടെ റിയാഡ് പഞ്ചായത്തിൽ ആണ് ഈ വ്യക്തി താമസിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ഇപ്പോഴത്തെ വീട്ടു നമ്പർ, അയാളുടെ വീട്ടു നമ്പർ 12-16 ആയിരുന്നു. ആ വീട്ടിൽ ഇപ്പൊ താമസിക്കുന്നത് സെയ്ദ് മുഹമ്മദ് കാരേക്കാട് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ അവിടെ വാടകയ്ക്ക് താമസിക്കുന്നത്. അപ്പൊ കൃത്യമായി അവിടെ വെട്ടിപ്പോയ ഒരു വോട്ട് വീണ്ടും അതേ വീട്ടു നമ്പറിൽ തന്നെ കൂട്ടിച്ചേർക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾക്ക് വാർഡ് 14 വാർഡ് 14 തന്നെ വേറൊരു സംഭവം നമുക്ക് സൂചിപ്പിക്കാനുള്ളത് 607 കൈലാസൻ 8 വർഷമായിട്ട് പുത്തഞ്ചിറയിൽ താമസിച്ചിരിക്കുകയാണ്. അതായത് നിലവിലെ ഗ്രാമപഞ്ചായത്തിലെ മെമ്പറായിരുന്നു. 8 വർഷമായിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ പിതാവ് മരണപ്പെട്ടതിന് ശേഷം അയാൾ പുത്തഞ്ചിറയിലാണ് കൃത്യമായിട്ട് താമസിക്കുന്നത്. അത് ഇടവിലങ്ങിലെ എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാവുന്നതാണ്. അത് നമ്മൾ കൃത്യമായി സെക്രട്ടറി മുന്നിൽ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. 8 വർഷമായിട്ട് താമസമില്ല എന്നുള്ളത് കൃത്യമാണ്. ആ വോട്ട് നമ്മൾ വെട്ടാനായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതുപോലെ യാതൊരു നടപടി എടുക്കാനായിട്ട് പഞ്ചായത്ത് സെക്രട്ടറി തയ്യാറായില്ല. കൃത്യമായി നമ്മൾ സൂചിപ്പിച്ചു, പഞ്ചായത്ത് സെക്രട്ടറിയുമായി നമ്മൾ സംസാരിച്ചു. അതിനുശേഷവും അതിൽ യാതൊരു നടപടിയില്ല. പക്ഷെ ഇപ്പോ CPയുടെ 12ാം വാർഡിലെ സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹത്തെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ജനാധിപത്യത്തെ അവഹേളിക്കുന്ന ഒരു പ്രവണത എടവിലങ്ങ് പഞ്ചായത്തിൽ നടപ്പിലാക്കിയിട്ടുള്ളത്. അതേപോലെ തന്നെ വാർഡ് 12 വീണ്ടും അതേപോലെ തന്നെ ഒരു പ്രതിഭാസമാണ്. 825 ക്രമ നമ്പറായി കാർത്തിയായൻ, 826 മധു, 827 ബിജു, 828 ഈശ്വരി. ഈ 4 പേരും അവിടെ താമസമില്ലാത്തതിന്റെ പേരിൽ കഴിഞ്ഞ ഡിലീഷനിൽ വെട്ടിപ്പോയതാണ്. പക്ഷെ വീണ്ടും ഇപ്പോഴത്തെ കൂട്ടിച്ചേർക്കലിൽ ആ പേരുകളെല്ലാം അതേ അഡ്രസ്സിൽ കയറി വന്നിട്ടുണ്ട്. പക്ഷെ അവരുടെ ഫോട്ടോകൾ മാറിപ്പോയ ഒരു പ്രതിഭാസം കൂടി നമുക്ക് അവിടെ സംഭവിച്ചിട്ടുണ്ട്. അതായത് ബിജുവിന്റെ, ഈശ്വരിയുടെ, കാർത്തിയാനിയുടെ ഒക്കെ പേര് അതേപോലെ തന്നെയാണ്. പക്ഷെ അവരുടെ ഫോട്ടോ മാറിയിട്ടാണ് നമ്മൾ കൂട്ടിച്ചേർത്തിട്ടുള്ളത്. അപ്പൊ കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതുപോലെ തന്നെ പല വാർഡുകളിലും നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പല വാർഡുകളിലും ഇതേപോലുള്ള കൃത്രിമം എടവിലങ്ങ് പഞ്ചായത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളുടെ പല വാർഡുകളിലും ഭാരതീയ ജനതാ പാർട്ടി വിജയിക്കുമെന്നുള്ള ആ ഒരു സാഹചര്യം വന്നപ്പോഴാണ് കൃത്യമായിട്ട് ഇത്തരം നടപടികളുമായിട്ട്, അതായത് ഈ കഴിഞ്ഞ ഡെലീഷനിൽ, ഈ കഴിഞ്ഞ പുതിയ വോട്ടർ പട്ടിക വരുന്നതിന്റെ തലേ ദിവസമാണ് ഇത്തരം കൃത്രിമങ്ങളെല്ലാം ഇതിൽ നടത്തിയിട്ടുള്ളത്. അത് പഞ്ചായത്തിലെ അധികാരികളുടെ ഒത്താശയോടുകൂടി തന്നെയാണ് ഇത്തരം നടപടികളെല്ലാം അവർ സ്വീകരിച്ചിട്ടുള്ളത് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്.